ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ലഡുവിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ആ ഒരു പൊടി നന്നായിട്ട് മൂത്ത് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരും. അതുവരേക്കും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി നന്നായിട്ട് മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിതിലേക്ക് ഇനി 1.5 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക, എന്നാലാണ് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂൺ അളവിൽ വരെയൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും ആ ഒരു നെയ്യും പൊടിയായിട്ട് നല്ലപോലെ യോജിച്ച് കിട്ടുന്നവരേക്കും ഇതുപോലെ വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു ചൂടോട് കൂടി തന്നെ വേണം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. ആ ഒരു ഗോതമ്പ് പൊടി അത്രയും നേരം ആ ഒരു പാനിൽ നന്നായിട്ട് ചൂടായിട്ട് വരും. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ചിരകിയ തേങ്ങ ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഈ ഒരു ഗോതമ്പ് പൊടിയിൽ തേങ്ങ അതുപോലെ തന്നെ നെയ്യ് ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെ വരും മൂത്ത് വരുന്ന സമയത്ത്. അതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് ശർക്കര ഉരുക്കിയതാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഞാനിപ്പോൾ ഇതിലേക്ക് മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു ശർക്കരയിൽ കുറച്ച് ഉപ്പ് മുന്തി നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. ഇപ്പം ഞാനിതാ ഈ ഒരു ശർക്കര ഉരുക്കിയതും ഈ ഒരു ഗോതമ്പ് പൊടിയുമായിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ചൂടാറണം. എന്നതിന് ശേഷം വീണ്ടും ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നല്ല തരിതരിയായിട്ട് കിട്ടും. അപ്പോൾ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിൻ്റെ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാൻ നിന്നാൽ കറക്റ്റ് പരുവത്തിന് കിട്ടത്തില്ല. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ടാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതേപോലെ 1 സ്പൂൺ അളവിൽ 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് സാധാരണ ലഡുവൊക്കെ പിടിക്കുന്ന കണക്ക് കൈകൊണ്ടൊന്ന് ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു നെയ്യുമായിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ ഉരുക്കി ഒഴിച്ചു കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നനവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി. ഇനി കയ്യിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഷേപ്പിലാണോ എടുക്കേണ്ടത് അതുപോലെ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. KG കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.